എന്താണ് സ്റ്റോക്ക്, എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഈ ടോപ്പിക്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ ഈക്വലൻ്റായി സ്പ്ലിറ്റ് ചെയ്ത് കസ്റ്റമറിന് സെക്കൻഡറി മാർക്കറ്റിൽ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ പൂൾ ഓഫ് മണി ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ, അഥവാ അത് സ്റ്റോക്കുകളിലാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഡെപ്റ്റ് ഫണ്ടുകളിലാവാം, അല്ലെങ്കിൽ ബോണ്ടുകളിലാവാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ട്. സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്നതോടുകൂടി ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറുകയാണ്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു ഓണറായി മാറുകയാണ്. നമുക്കതിൻ്റെ ഒരു ഓണർഷിപ്പ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ആ കമ്പനി നടക്കുന്ന ന്യൂസുകളെ കുറിച്ചും മീറ്റിങ്ങുകളെ കുറിച്ചും ചില കമ്പനികൾ നമ്മളെ ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയുടെ ബോണസ്, കമ്പനിയുടെ ഡിവിഡൻഡ്, കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാകുമ്പോൾ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുവാനും ബോണസ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് വരുവാനും ഓപ്ഷനുണ്ട്. അതിൻ്റെ പുറമെ കമ്പനീൻ്റെ ഷെയർ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഷെയർ വിറ്റ് നല്ല ലാഭം നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് എടുക്കുവാനുള്ള സാഹചര്യം കൂടി നമുക്കുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ ഈ AMC ആണ് ഇതെല്ലാം മാനേജ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഫോളിയോയിൽ അഥവാ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിൽ അവർ നിക്ഷേപിക്കും. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഇത് നമുക്ക് റിഡീം ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കൂടുതലായി സ്റ്റോക്കുകളെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്ത ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.